ഹലോ, ഒരു വൈകുന്നേരത്തെ ഒരു ചെറിയ കഥ പറയട്ടെ. എൻ്റെ സ്കൂൾ കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡും മക്കളും വന്നേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. എന്താ കാരണം എന്നറിയോ? അന്ന് ബസ് സമരമായിരുന്നു. അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ എക്സ്ട്രാ വന്നവർക്ക് ആർട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും വൈകും. അപ്പോൾ പിന്നെ ടൈമിന് ബസ് കിട്ടുമെന്നൊന്നും അറിയില്ല. അതുമാത്രമല്ല, കുട്ടികളും വീട്ടിലൊറ്റയ്ക്കാണ്. അപ്പോൾ ഹസ്ബൻഡിനും മക്കൾക്കും ഒരാഗ്രഹം, എന്നെ കൂട്ടാൻ വേണ്ടി വന്നാലോ എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരാഗ്രഹം, വെറുതെ ഒന്ന് കാസർഗോഡൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് വരാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് കറങ്ങിയാണ്. ഞാനാണെങ്കിൽ ക്ഷീണിതയാണ് കേട്ടോ, ക്ഷീണിത, വല്ലാണ്ട് ടയർഡായിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, ഇത്ര നേരം ക്ലാസ്സും കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്ലാസ് കൊടുത്ത് സമാധാനമായിട്ടൊന്ന് വീട്ടിൽ പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഒന്ന് കറങ്ങാൻ പോകുന്നൊക്കെ പറയണത്. അപ്പോഴാണ് ഞാൻ സ്കൂളിൽ നിന്ന് ഒരു അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നേ, ഉണ്ണിയപ്പം വിറ്റുകൊണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം ഞാൻ മേടിച്ചായിരുന്നു. അങ്ങനെ ആ ഉണ്ണിയപ്പം ഒക്കെ എടുത്ത് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർ ഹാപ്പി ആയിട്ട് കഴിക്കണം. പക്ഷേ അതിനിടയിൽ വേറൊരു സംഭവം നടന്നു. നമ്മുടെ ഹീറോ എന്നും ഇവളാണല്ലോ, ഈ കൊച്ച് ചെറുത്, അവളാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതിനിടയിൽ വലിയ ജാടയൊക്കെ ഉണ്ട്, ഒരെണ്ണം മതിയോ പകുതി മതിയോ, പിന്നെ വീണ്ടും ചോദിക്കരുത്, ഇതൊക്കെയാണ് ഇവളുടെ ഒരു നിർദ്ദേശം. ഇതിനിടയിൽ ആദ്യ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം കേട്ടോ, ഈ ചെറുതിനോട് വല്ലാത്ത ദേഷ്യം ആദിക്ക് വരുന്നുണ്ട്. കാരണം ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ അവൾ കുറച്ച് നേരമൊക്കെ സങ്കടപ്പെട്ടു. ഞാൻ സമാധാനിപ്പിച്ചു, വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല മഴ. അതിനിടയ്ക്ക് ഞങ്ങളുടെ വണ്ടി എവിടെയോ വെച്ച് നിന്നുപോയി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ കരച്ചിലും ബഹളവും എന്തൊക്കെയോ നടന്നു. വീണ്ടും 5-6 കറക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും. അങ്ങനെ അധികം പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല. പക്ഷേ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ മസാല ദോശയും നമ്മളുടെ കോമൺ ആയിട്ടുള്ളൊരു പാനിപ്പൂരിയും പറഞ്ഞു. ഇതാണെങ്കിൽ അവരെ പഴയ വീടാന്നാണ് പറയുന്നത്. അതാണിപ്പോൾ ഒരു വലിയ ഹോട്ടലായിട്ട് മാറിയിരിക്കണത്. നല്ല ഫുഡാണേ. അതിനിടയിൽ നബുവിന് എന്തോ വേണം. അവൾക്ക് മസാല ദോശ വേണ്ട, പാനിപ്പൂരി വേണ്ട. സ്വീറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ പഴംപൊരി ഇല്ല. അങ്ങനെയാണെങ്കിൽ അട ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അട കണ്ടത് അവളുടെ മുഖമൊക്കെ അങ്ങോട്ട് വാടിപ്പോയേട്ടാ. എന്നെക്കൊണ്ട് പറ്റൂല ഇതൊന്നും തിന്നാന്ന്. എന്തായാലും മേടിച്ചില്ലേ, ഇനി അങ്ങോട്ട് പൊതിഞ്ഞുകൊണ്ട് വീട്ടിൽ പോകാമെന്നായി. അപ്പോഴേക്ക് പാനിപ്പൂരിയും വന്നു, മസാല ദോശയും വന്നു. പിന്നെ നബുവിനെ പറഞ്ഞിട്ട് നമുക്കൊരു മസാല ദോശ വീണ്ടും പറഞ്ഞാലോ, നമ്മൾക്ക് രണ്ടാൾക്കും കൂടി കഴിക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി. അങ്ങനെ ആ ഒരു മസാല ദോശ കൂടി എത്തിയട്ടോ. അതോടൊപ്പം ചായയും വന്നു. അപ്പോഴേക്കും ദേ ആളെത്തിയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഉള്ളിവടയുടെ ആളാണേ. അതിരുന്ന് അങ്ങോട്ട് ഉള്ളിവട കഴിക്കാൻ തുടങ്ങി. ഞങ്ങളാണെങ്കിൽ മസാല ദോശ ഷെയർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി, ഞാനും നബുവും കൂടി. അടയെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, സങ്കടപ്പെട്ട് എന്നെ ആർക്കും വേണ്ടല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ രണ്ടാളും കൂടി ഒരു മസാല ദോശയാണ് കഴിച്ചത്, പാനിപ്പൂരിയും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വയർ നിറച്ചു. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു ലൈം ജ്യൂസ് പറഞ്ഞായിരുന്നു. അവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് ഫ്രഷ് ജ്യൂസ് ഒന്നുമില്ല, അതുകൊണ്ട് ലൈമാണ് കേട്ടോ പറഞ്ഞത്. ഇവർക്ക് രണ്ടാൾക്കും മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വീണ്ടും എൻ്റെ ഹീറോയുടെ മുഖം മാറി. ഹീറോ നമ്മളുടെ കൊച്ചുമിടുക്കി, അവളുടെ മുഖം മാറി കേട്ടോ. അവർക്ക് മാത്രമേ ഉള്ളൂ ലൈം, എനിക്കില്ലേന്നായി. അങ്ങനെ വീണ്ടും ചോദിച്ചപ്പോഴേക്കും അവിടെ നാരങ്ങയില്ല എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടദാരിദ്ര്യം അല്ലേ. അപ്പം ഞങ്ങൾ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. സാരമില്ല, ലൈം തീർന്നിട്ടല്ലേ, നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. പുറത്താണെങ്കിലോ നല്ല മഴ. ഇതിനിടയിൽ തണുത്ത ലൈമൊക്കെ കുടിച്ചാലുള്ള അവസ്ഥ സാരമില്ല, എന്നാലും വല്ലാണ്ടൊരു ദാഹമൊക്കെ ഉണ്ട്. ഇതൊക്കെ കുടിച്ച് നമുക്ക് സമാധാനമായിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഉള്ളിവടയും കഴിച്ചുകൊണ്ട് ഒരാൾ ചിരിച്ചുകൊണ്ട് കൂടെ ഇരിപ്പുണ്ടേ. ഇതേ കണ്ടില്ലേ, മസാല ദോശയൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണേ. ഒരു ചായ കിട്ടി, അടിപൊളിയായിരുന്നു. ഒരു ചായ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കുടിച്ചു. അങ്ങനെ വയർ നിറച്ച് കഴിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി. പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ, അതുകൊണ്ട് പുറത്തു നിന്നൊരു ലൈം ജ്യൂസ് അത് നബുവിന് ഞങ്ങൾ മേടിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നേരം വണ്ടി തന്നെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം എന്ത് നടന്നു, നമ്മൾ വരുന്ന വഴിയിൽ നല്ല മഴയായിരുന്നു.
കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. കണ്ണൻ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് മേടിക്കണമെന്ന്. അതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചു. പിന്നെ വണ്ടി ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഹസ്ബൻഡ് പോയിട്ട് നല്ല കരിമീനും മേടിച്ചുകൊണ്ട് വന്നു. ഇനി വീട്ടിൽ പോയിട്ട് അതൊക്കെ നന്നാക്കണം. പിന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ. അതിനിടയിൽ നല്ല ക്ഷീണമുണ്ട്. പുള്ളിക്കാരത്തി പിന്നെ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും. അത് സിറ്റുവേഷനൊന്നും നോക്കാണ്ട് വാ പൊട്ടി അങ്ങോട്ട് കരയും. വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞില്ലേ ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം മേടിച്ചൊന്നു, അത് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് കണ്ണൻ അതിനെല്ലാം ഷെയർ ചെയ്യണം കേട്ടോ, എടുത്ത് വെക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനും കഴിക്കാനുള്ളതൊക്കെ മാറ്റി വെക്കുകയാണ്. അതിനിടയിൽ ഇതേ കണ്ടില്ലേ കരിമീനെല്ലാം വേഗം എടുത്ത് വാഷ് ചെയ്യണം കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. പിന്നെ നന്നാക്കി ഭക്ഷണം കഴിക്കാനുള്ളൊരു ധൃതിയാണേ. എന്തായാലും ഞാനത് തൊടൂല എന്നും പറഞ്ഞ് ഞാൻ പോയിട്ട് മാറിയിരുന്നു. കാരണം ഒന്ന് ഫ്രഷായിട്ട് കിടന്നുറങ്ങണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. സോ എന്നാലും അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ ഞാനുണ്ടായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വ്ളോഗ്. ബാക്കി കാര്യങ്ങൾ ഫുഡൊന്ന് കഴിച്ചിട്ട് പിന്നെ പറയാം. ബൈ ബൈ.